ഇന്ന് ഫാമിലി ആയിട്ടൊരു യാത്ര പോവുകയാണ്. പാറശാലയാണ് എൻ്റെ സ്ഥലം. ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ തമിഴ്നാടായി. എൻ്റെ അത്തയുടെ വീട് തമിഴ്നാട് സീതപ്പാലാണ്. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. പാർവതിപുരം എത്തുന്നതിന് മുൻപ് ഇടത്തോട്ട് തിരിഞ്ഞ് തിരുനെൽവേലി ബൈപ്പാസിലേക്ക് കയറാൻ ഒരു റോഡുണ്ട്. ആറുവായ്മൊഴി വഴി ആ റൂട്ടിലാണ് സീതപ്പാൽ. ഈ വഴി ഇപ്പോൾ വലിയ ലോറികളുടെ തിക്കും തിരക്കുമാണ്. ഫുൾ ടൈം ചെറിയ റോഡുമാണ്. ഒരു സൈഡ് മല, ഇപ്പുറത്ത് ഫുള്ള് വയൽ. വയലിൻ്റെ നടുക്ക് വഴിയമ്പലമുണ്ട് കേട്ടോ. ഇപ്പോൾ അത് കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ട് ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. വിജയ് ഈ വഴിയമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട്. സോറി, ഒരു നിമിഷം ഞാൻ പാട്ട് വർത്താനത്തിലേക്ക് പോയി. അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് പഴയ നാഞ്ചിനാട്ടിലൂടെയാണ്. നാഞ്ചിൽ നാട്. നാഞ്ചിൽ എന്ന് വെച്ചാൽ കലപ്പ. ഇത്രയും കൃഷിയും നെല്ലും വയലുമൊക്കെയുള്ള ഫലഭൂഷ്ടമായ ഈ നാടിനിടാൻ ഇതിൽ നല്ല പേര് വേറെ ഇല്ലല്ലോ. ഇറച്ചകുളം ജംഗ്ഷൻ എത്തിയാൽ ഇപ്പോഴും ആലിൻ്റെ മുട്ടിൽ വെടിയും പറഞ്ഞിരിക്കുന്ന നാട്ടുകാരെ കാണാം. നമ്മുടെ നാട്ടിൽ ഈ കലാപരിപാടിയൊക്കെ അന്യം നിന്ന് പോയി. ആലേ ഇല്ല, പിന്നല്ലേ മൂട്ടിലിരിക്കാൻ ആള്. അങ്ങനെ വീണ്ടും കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചവിരിച്ച നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ ദൂരെ ആ കാണുന്ന താടകമലയെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നു. താടകമലയുടെ താഴ്വരയിലാണ് ലീലത്തയുടെ വീട്. ശ്രീരാമൻ അമ്പെയ്ത് താടക എന്ന രാക്ഷസിയെ വധിച്ചപ്പോൾ ആ ഭീകരരൂപി വീണ് ഉറഞ്ഞ് മലയായി എന്നൊരു ഐതിഹ്യമുണ്ട്. ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണ് കിടക്കുന്ന ഷേപ്പാണ് താടകമലയ്ക്ക്. മറ്റൊരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, താടകയെ അമ്പെയ്തപ്പോൾ പുള്ളിക്കാരിയുടെ ബ്ലഡ് ഈ മലയിൽ വന്ന് തെറിച്ചു എന്നാണ്. അങ്ങനെ ചുവന്ന മലയുടെ ഈ മകുടം പിന്നീട് കാലക്രമേണ ഈ ഓറഞ്ച് നിറമായി എന്നതാണ് രണ്ടാമത്തെ കഥ. എന്തോ ഇതിനിടയ്ക്ക് ഈ ഓറഞ്ച് നിറത്തിന് കാരണം അകത്തുള്ള തിളയ്ക്കുന്ന തീയാണെന്നും ഇതൊരു അഗ്നിപർവ്വതമാണെന്നും പൊട്ടിത്തെറിക്കുമെന്നൊക്കെയുള്ള ഫേക്ക് ന്യൂസ് ഇടയ്ക്ക് വ്യാപകമായി പ്രചരിച്ചിരുന്നു 2000 കാലഘട്ടത്തിൽ. അന്ന് അത്തയും ഫുൾ ഫാമിലിയും കുറേ ദിവസം ഇങ്ങ് പാറശാല നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മല പൊട്ടിത്തെറിക്കാത്തത് കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അവരങ്ങ് തിരിച്ചു പോന്നു. ഇതിൻ്റെ മുകളിൽ ഒരു കോവിലുണ്ട് കേട്ടോ. എല്ലാ വിഷുവിൻ്റെ അന്നും നാട്ടുകാർ കാട്ടിലൂടെ മല കയറി അവിടെ ചെന്ന് പൂജ നടത്തും. കുഞ്ഞിലേ മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ കയറണമെന്ന്. ഇന്ന് വരെ പക്ഷേ നടന്നിട്ടില്ല. ആ കഥ ഞാൻ പിന്നീട് പറയാം. അത്ത നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അത്തയുടെ വീട്. ഇവിടെ നിന്നുള്ള വ്യൂ. കുഞ്ഞിലെ മുതലേ സ്കൂൾ അവധിയായാൽ ഞാൻ നേരെ ഇങ്ങ് ഓടി വരും. ആദ്യമൊക്കെ ആരെങ്കിലും കൊണ്ടുവിടുകയോ അത്ത അങ്ങോട്ട് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ബസ് കയറി വന്നു തുടങ്ങി. എങ്ങനെയായാലും സ്കൂൾ അടച്ചാൽ പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു. അതിന് കാരണം ഈ വ്യൂ, പിന്നെ ഇവിടുത്തെ കാറ്റ്, പിന്നെ അത്തയുടെ സ്നേഹം. ഇത് മൂന്നുമാണ് എന്നെ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരുത്തുന്നത്. വൈകിട്ട് ഒരു ചായയും കുടിച്ച് ഓമപ്പൊടിയും കഴിച്ചിരുന്ന് കാറ്റ് കള്ളുകയായിരുന്നു. അപ്പോഴേക്ക് സ്കൂളിൽ പോയ പയ്യന്മാർ സ്കൂൾ വിട്ട് വന്നു. ഇനി ഇവിടെ ഒരു ബഹളമായിരിക്കും കേട്ടോ. രണ്ടും കില്ലാടികളാണ്. ഹരിവരദനും കൈലാസും. രണ്ടും എൻ്റെ അത്താൻ്റെ മക്കളാണ്, കുമാർത്തൻ്റെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു വീഡിയോ എങ്കിലും എടുത്തിട്ട് മടങ്ങാറുള്ളൂ. ചിലപ്പോൾ ആറുവായ്മൊഴി പോവും, ചിലപ്പോൾ താടകമല. ഇന്നിപ്പോൾ ഇവിടെ തന്നെ എടുക്കാമെന്നങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടല്ലോ ക്യാമറമാനായിട്ട്. ഇവിടെ നിന്നെടുത്ത റീൽസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കാണാം. വൈകുന്നേരം ആയപ്പോഴേക്കും നൈസായിട്ട് ഇറങ്ങി. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോകാനേ തോന്നില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം നേരത്തെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. സീതപ്പാലിനോട് ബൈ ബൈ പറഞ്ഞ് നേരെ പോയത് ഭൂതപ്പാണ്ടിയിലേക്കാണ്. ഇവിടെയാണ് മറ്റൊരത്താൻ്റെ വീട്, കണ്ണത്താൻ്റെ. ആ വീടിൻ്റെ മൊട്ടമാടിയിൽ കയറിയപ്പോൾ നല്ല കിടുക്കാച്ചി വ്യൂ. പിന്നെ ഇവിടെയും ഒരു പാട്ട് വർത്തമാനം അങ്ങ് കാച്ചി. താടകമലയുടെ വ്യത്യസ്തമായൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഈ ഇടയ്ക്ക് പെയിൻ്റ് അടിച്ച് ഒരു കോവിൽ ഗോപുരമൊക്കെ ഇവിടെ നിന്ന് നല്ല രസമായിട്ട് അടുത്ത് കാണാം. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിഞ്ഞൂടാ. വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ നീല ഷർട്ടും നന്ദു ചുവപ്പ് ഷർട്ടും ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുമായി. നേരെ തിരിച്ച് രണ്ടും ഒരേ സൈസ് ആണെങ്കിലുള്ള ഓരോ ഗുണങ്ങളെ. സായും നന്ദും കൂടി ഇന്നപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ അടിച്ചു. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ബ്ലോഗ്. ചെയ്ത് പഠിക്കുന്നതേയുള്ളൂ. കുറ്റവും കുറവും ഒക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്തത് നന്നാക്കാം. അപ്പോൾ ഓക്കെ, ബൈ.